ദുരിതബാധിതരായ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തെന്ന ഇടുക്കി എംഎൽഎ റോയ് കെ പൗലോസ് കീരിത്തോട് തട്ടേക്കണ്ണി പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എംഎൽഎ സന്ദർശനം നടത്തി. വീട് നഷ്ടപ്പെട്ടവർക്കും വാസയോഗ്യമായ സ്ഥലമില്ലാത്തവർക്കും സ്ഥലം കണ്ടെത്തി നൽകുന്നതിനും വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കുന്നതിനും സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തുമെന്ന് എംഎൽഎ റോയ് കെ പൗലോസ് പറഞ്ഞു. ദുരിതബാധിതരുടെ അപേക്ഷകൾ പരിശോധിക്കുന്നതിനായി പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് എഇ, വില്ലേജ് ഓഫീസർ എന്നിവർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി. ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി വീടുകളുടെ നിലവിലെ അവസ്ഥ പരിശോധിച്ച അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീടും സ്ഥലവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. പൂർണ്ണമായിട്ട് ഈ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് ഗവൺമെന്റ് ഇത്തവണ 12 ലക്ഷം രൂപയാണ് നൽകാൻ തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 10,000. വീട് മാത്രം നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപയുടെ സഹായം കൊടുക്കും. വീടുകളിൽ വെള്ളം കയറി അത് വാസയോഗ്യമല്ലാതെ പോയ ആളുകൾക്ക് ആ വീട് ശുചീകരിക്കുന്നതിനൊക്കെയായിട്ട് 10,000 രൂപയുടെ സഹായം ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ മേഖലയിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനായി പഞ്ചായത്തിന്റെ പരിധിയിൽ ലഭ്യമായ റവന്യൂ ഭൂമി കണ്ടെത്തി നൽകുന്നതിന് പഞ്ചായത്തിന്റെ കീഴിൽ വാസയോഗ്യമായ സ്ഥലങ്ങൾ ലഭ്യമാണെങ്കിൽ അവയും കണ്ടെത്തി ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും എംഎൽഎ പറഞ്ഞു. ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് എംഎൽഎ വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് കോമള മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് സിയോമൻ സണ്ണി തുടങ്ങിയവർ എംഎൽഎയോടൊപ്പം ക്യാമ്പ് സന്ദർശിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി.